നിങ്ങളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സംവത്സരങ്ങളെ തൻ്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവമേ, അവിടുത്തെ പാതകൾ പുഷ്ടി പൊഴിക്കുന്ന പാതകളാണ്. നന്മകളാൽ ഞങ്ങളെ അലങ്കരിക്കുന്ന ദൈവമേ, ആണ്ടിൻ്റെ ആരംഭം മുതൽ അതിൻ്റെ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി അതിൻ്റെ മേലിരിക്കുന്നുവെന്ന് ഞങ്ങളോട് അവിടുന്ന് അരുളിച്ചെയ്യും. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതോഷ്ണവും മഞ്ഞും മഴയും നിന്നുപോകുന്നില്ല എന്നുള്ള അവിടുത്തെ വാഗ്ദത്തത്തിനായ സ്തോത്രം. ആഹാരവും വസ്ത്രവും പാർപ്പിടവും ജീവിത സൗകര്യങ്ങളും നന്മകളൊക്കെ അനവധിയായി നിരവധിയായി ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വർഷിപ്പിച്ചു. എല്ലാറ്റിനും നന്ദി കർത്താവേ. എല്ലാറ്റിനും ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തും. ജീവശ്വാസത്തിനായി, വെളിച്ചത്തിനായി, ശുദ്ധജലത്തിനായി, എല്ലാ നന്മകൾക്കായി ഒരിക്കൽ കൂടെ സ്തോത്രം. എല്ലാ വിളവുകൾക്കായി സ്തോത്രം. ഭൂമിയിലെ ഉൽപ്പന്നങ്ങളെ നിരത്തിയതിനായി സ്തോത്രം. മനുഷ്യർക്ക് ജീവജാലങ്ങൾക്കൊക്കെയും അവിടുന്ന് ജീവശ്വാസ ഊതിയനായി സ്തോത്രം. പ്രിയ കർത്താവേ, ഞങ്ങൾ ഈ വർഷത്തെ വാർഷിക സ്തോത്രാരാധനയിലേക്ക് ഈ ആദ്യഫല പെരുന്നാളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ അറിയുന്നല്ലോ. ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ സമസ്തവും തിരുമുമ്പാകെ ഇപ്പോൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ ആലയത്തെയും ഇതിൽ കടന്നു വന്ന് ആരാധിക്കുന്ന എൻ്റെ മക്കളെയും അഭിനന്യ തിരുമേനിമാർ, പട്ടക്കാർ, മറ്റ് ശുശ്രൂഷകർ, ഗായക സംഘം, ഇടവക കമ്മിറ്റി, ദൈവജനം എല്ലാവരെയും ആശീർവദിച്ചാട്ടെ. അടിയൻ്റെ വായിലെ വാക്കുകളും പ്രിയ മക്കളെല്ലാവരുടെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് ഏറ്റവും പ്രസാദകരം ആയിരിക്കുമാറാകട്ടെ. ആമേൻ. സോറി. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും സന്തോഷമുള്ള ഒരു പ്രഭാതത്തിലാണ് നമ്മൾ ഒരുമിച്ച് ഈ ആലയത്തിൻ്റെ തണലിൽ ദൈവാരാധനയ്ക്കായി കടന്നു വന്നിട്ടുള്ളത്. ഇത്രയും സ്നേഹവും ബഹുമാനമുള്ള തോമസ് സാമുവൽ തിരുമേനി, ഈ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട CY തോമസ് അച്ഛൻ, അതുപോലെ ബഹുമാനമുള്ള TO മനച്ച്, ബഹുമാനമുള്ള കൊച്ചമ്മമാർ, പ്രിയമുള്ള ഗായക സംഘം, ആരാധനയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ, പ്രകാരം വളരെ പൈതൃകം ഉള്ള ചരിത്രമുണർത്തുന്ന ഈ ദേവാലയത്തിൽ വചന ശുശ്രൂഷയ്ക്കായി ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. എന്നെ ഇപ്രകാരം ഒരവസരം ഒരുക്കി ക്ഷണിച്ച ബഹുമാനപ്പെട്ട അച്ഛനോടും കമ്മിറ്റി അംഗങ്ങളുള്ള നന്ദി ആദ്യമായിട്ട് രേഖപ്പെടുത്തുന്നു. വർഷത്തിലൊരിക്കലും നമ്മൾ ഇപ്രകാരം കൂടി വരുന്നുണ്ട്. ദീർഘനാളുകളായി, ഒരുപക്ഷെ 175 വർഷം പിന്നിടുന്ന ഈ സഭയ്ക്ക് ദീർഘവർഷങ്ങളിലെ അനുഭവ സമ്പത്ത്, ആത്മീയ സമ്പത്തുണ്ട്. ഈ ദേവാലയത്തിന് അനേകം ശുശ്രൂഷകരെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് അയച്ചിട്ടുണ്ട്. എല്ലാവരിനായിട്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കും. ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ ഇവിടെ ഉണ്ട്. എൻ്റെ ഭാര്യ സ്മിത, ഞങ്ങൾക്ക് 2 മക്കളാണ്. മോള് ദൂരെ പഠിക്കുന്നു, മോന് എറണാകുളത്ത് പഠിക്കുന്നു. സ്മിതയുടെ പാരൻസ് മിസ്റ്റർ ജോൺ മാത്യു സാറും വത്സമ്മ എന്ന എൻ്റെ മദർ ഇൻ ലോ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഒരു പരിചയമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഈ ദേവാലയത്തിൽ മുൻപ് വന്നിട്ടുണ്ട്. എൻ്റെ വൈഫിൻ്റെ ബ്രദർ സിബുവിൻ്റെ വിവാഹ നിശ്ചയ ശുശ്രൂഷ ഈ ദേവാലയത്തിലെ ഹാളിൽ വെച്ചാണ് നടത്തപ്പെട്ടത്. അതൊക്കെയും ഈ സഭയുമായിട്ടുള്ള ബന്ധത്തെ ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കാനും ദൈവം ചെയ്ത നന്മകളെയൊക്കെ ഒരിക്കൽ കൂടി ഓർക്കുവാൻ സാധിച്ചതിൽ സന്തോഷം. തോമസ് മാത്യു അച്ഛൻ എൻ്റെ കൊച്ചമ്മയുടെ കാണുവാനായിട്ടിടയായി. അച്ഛൻ ഞങ്ങളുടെ കൊച്ചിൻ മഹാടയിൽ, മുൻപ് ഉത്തരകേരള മഹാടകയിൽ പ്രവർത്തിച്ച അച്ഛനാണ്. അതുപോലെ ഇവിടുത്തെ ഒരംഗമായിരിക്കുന്ന സാം അച്ഛൻ ഞങ്ങളുടെ ഇപ്പോഴത്തെ കൊച്ചിൻ മഹാടയിൽ പ്രവർത്തിച്ചു വരുന്നു.
അങ്ങനെ പലതരത്തിലാണ് കൊച്ചിൻ മഹായിടവകയായിട്ട് ഈ ആലയത്തിനും അതുപോലെ മധ്യകേരള മഹായിടവയ്ക്കും ബന്ധമുള്ളത്. ബഹുമാനപ്പെട്ട സാബു കോശി തിരുമേനി ഓർത്തും കൊച്ചുമയെ ഓർത്തും അവരുടെ ശുശ്രൂഷകളെ ഓർത്തും സ്തോത്രം ചെയ്യും. നമ്മൾ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് സാധാരണ വിളിക്കുന്നു, അല്ലെങ്കിൽ ആദ്യബല പെരുന്നാൾ. മലബാറിലോട്ടൊക്കെ പോയാൽ കൊയ്ത്തുത്സവം എന്നാണ് പറയാറുള്ളത്. ആൻഡ് ഇറ്റ്സ് എ ഫെസ്റ്റിവൽ ഓഫ് റിമെമ്പറൻസ്. ഇത് ചിലതൊക്കെ ഓർത്തെടുക്കാനും നന്ദി അർപ്പിക്കാനുള്ള ഒരു സുദിനമായിട്ട്, റിമെമ്പറിങ് ഗോഡ്സ് പ്രൊവിഡൻസ്, തൻ്റെ ജനത്തോടും തൻ്റെ ഭക്തരോടുമുള്ള കരുതലിനെ ഓർത്ത്, അവൻ നൽകുന്ന എല്ലാ ദാനങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുവാനാണ്. പ്രത്യേകിച്ച് നമ്മൾ വായിച്ചു കേട്ടതായിട്ടുള്ള വേദഭാഗങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നിശ്ചയമായിട്ട് ദൈവം എത്ര അതിശയകരമായാണ് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പിതാക്കന്മാർ മാതാക്കൾ അടങ്ങുന്ന ക്രൈസ്തവ സമൂഹത്തെ എത്രമാത്രം ദൈവം അനുഗ്രഹിച്ചു എന്ന് ഓർക്കുവാനായിട്ട് നമുക്കിടയാകുന്നു. ഈ പ്രത്യേക വേദഭാഗത്ത് ഇസ്രായേൽ മക്കൾക്ക് നൽകുന്നൊരു നിർദ്ദേശവും കൂടെ കാണാൻ സാധിക്കും. ആവർത്തന പുസ്തകം 26-ാം അധ്യായമാണ് നമ്മൾ വായിച്ചത്. ആൻഡ് ഗോഡ് ഈസ് ഗോയിങ് ടു പ്രൊവൈഡ് യു സംതിങ് വെരി ഗ്രേറ്റ്. നിങ്ങളുടെ ഭാവിയും നിങ്ങളുടെ നാളെയൊക്കെ അനുഗ്രഹമാകാൻ തക്കവണ്ണം ദൈവം നൽകുന്ന ഒരു കൽപ്പനയുടെ ഒരു ഇൻസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ടാണ്. വാഗ്ദത്ത ദേശത്ത് എത്തിയിട്ടില്ല, പക്ഷേ ദൈവം തമ്പുരാൻ പറയുന്നു വചനത്തിലൂടെ, നിങ്ങളുടെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നീ ചെന്ന് അത് കൈവശമാക്കി അവിടെ പാർക്കുമ്പോൾ നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിൻ്റെ നിലത്തിൽ നിന്ന് ഉണ്ടാകുന്നതായി നിലത്തിലെ എല്ലാ വക കൃഷിയുടെയും ആദ്യ ഫലം കുറേശ്ശെ എടുത്ത് ഒരു കുട്ടയിൽ വെച്ച് നിൻ്റെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് പോകണം. നമുക്ക് വരാനിരിക്കുന്ന നന്മയെക്കുറിച്ചുള്ള ഉത്തമമായ പ്രതീക്ഷയുടെയും കൂടെ ഉത്സവമാണ്. നോട്ട് ഓൺലി എ ടൈം ടു ഗിവ് താങ്ക്സ് ടു ദ ലോർഡ്, പക്ഷേ ദൈവം ഇനിയും നമുക്കും നമ്മുടെ തലമുറകൾക്കും വേണ്ടി ഒരുക്കുന്ന, അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള മേന്മയേറിയ ശ്രേഷ്ഠമായ ഒരു ദൈവ അനുഗ്രഹത്തെപ്പറ്റി ഓർക്കേണ്ട സുദിനവും കൂടിയാണ്. നമ്മുടെ പാരമ്പര്യമൊക്കെ ഓർക്കുമ്പോൾ, പ്രത്യേകിച്ച് മിഷണറി വീരന്മാരാൽ സ്ഥാപിക്കപ്പെട്ട നമ്മുടെ ദക്ഷിണേന്ത്യ സഭയെ ഓർത്ത് സ്തോത്രം. ചർച്ച് മിഷണറി സൊസൈറ്റി, ലണ്ടൻ മിഷണറി സൊസൈറ്റി, ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ, ഇങ്ങനെ കേരളത്തിൻ്റെ വിവിധ മേഖലകളിലും ഭാഗങ്ങളിലൊക്കെ വന്ന് കർത്താവിൻ്റെ വേലയിൽ നിലകൊണ്ട് അനേകരെ പ്രബുദ്ധരാക്കുകയും സുവിശേഷത്തിലൂടെ പ്രകാശിതരാക്കുകയും ചെയ്ത നമ്മളുടെ മുൻ തലമുറക്കാരെ നമ്മൾ വിസ്മരിക്കരുത്. കോട്ടയം ട്രയോ എന്ന് നമ്മളെപ്പോഴും വിളിക്കുന്ന ബെഞ്ചമിൻ ബെയ്ലി, ജോസഫ് ഫെൻ ആൻഡ് ഹെൻറി ബേക്കർ, ഇങ്ങനെ തുടങ്ങി ധാരാളം ബിഷപ്പുമാരുടെയും മിഷണറിമാരുടെയൊക്കെ ത്യാഗോജ്വലമായ പ്രോജ്വലമായ ശുശ്രൂഷയുടെ അനന്തരഫലമാണ് നാം ഈ കാണുന്നതായിട്ടുള്ള ദേവാലയങ്ങളും കണ്ണായ സ്ഥലങ്ങളിൽ ദൈവം നമുക്ക് അനുഗ്രഹിച്ചു തന്നിട്ട് വിഭവങ്ങളും മറ്റാർക്കും ഒരുപക്ഷെ തുലനപ്പെടുത്തുവാൻ പോലും സാധ്യമല്ലാത്ത രീതിയിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തം തന്നെയാണ്. അതിനായിട്ടൊരു സ്തോത്രം നമ്മൾ അർപ്പിക്കേണ്ടിയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കുടക്കീഴിൽ ഐക്യതയുടെ ബന്ധത്തിൽ സ്നേഹത്തോടെ ചേർന്ന് നിൽപ്പാനായിട്ട് ദൈവം നൽകിയ ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യണം. 1947 സെപ്റ്റംബർ മാസം 27-ാം തീയതി രൂപീകൃതമായ ദക്ഷിണേന്ത്യ സഭ അന്നുവരെ വിവിധങ്ങളായി നിലകൊണ്ടിരുന്നതായിട്ടുള്ള മിഷണറി പശ്ചാത്തലങ്ങളിൽ നിന്ന്, വിശ്വാസ പാരമ്പര്യങ്ങളിൽ നിന്ന് ഒരു ഐക്യതയുടെ കുടക്കീഴിലേക്ക് കടന്നു വരുവാൻ തക്കോണം ദീർഘവർഷങ്ങളുടെ ഡിസ്കഷൻസ്, ഡെലിബറേഷൻസ്, പ്രാർത്ഥനകൾ, ആലോചനകൾ ഒക്കെ
നമുക്ക് ദൈവം നൽകിയതിന് ശേഷമാണ് ഇപ്രകാരമുള്ള ആരാധനാ സമൂഹമായി നമുക്കൊരു പൊതു ആരാധന ക്രമം നൽകി നമ്മുടെ സഭയെ ദൈവം അനുഗ്രഹിച്ചത്. തുടർന്ന് ധാരാളം ബിഷപ്പുമാർ ആ കാലഘട്ടത്തിൽ, ബിഷപ്പ് സ്പീച്ച്ലി, ബിഷപ്പ് ഹോഡ്ജസ്, ബിഷപ്പ് ഗിൽ, ബിഷപ്പ് മൂർ, ഇങ്ങനെ ധാരാളം നമ്മുടെ പിതാക്കന്മാർ, മിഷണറിമാർ ഒക്കെ പ്രവർത്തിച്ച മേഖലയാണിത്. സാമൂഹിക പരിഷ്കരണം മുൻപിൽ നിർത്തി വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നതമായ കാൽവയ്പ്പുകൾ ചെയ്യുവാനായിട്ട് ഈ മേഖലയിൽ പ്രത്യേകിച്ചും അന്ന് നിലവിലിരുന്ന ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് പ്രത്യേകമായ ഒരു സ്വാധീനമായി തീർന്നു. എന്നാൽ ക്രൈസ്തവ സമൂഹത്തിലല്ലാതിരുന്ന ധാരാളം പേരെ സൗത്ത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ക്രിസ്തുവിലേക്ക് ആകർഷിപ്പാനായിട്ട്, വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചെന്ന് ഓർത്തും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സൂചനയായി, ഒരു നന്ദിയുടെ സൂചനമായി, നിന്നെ ദൈവം ഒരു സ്ഥലത്ത് സെറ്റിലാക്കുമ്പോൾ, നമ്മൾ ഓരോരുത്തരും കുടുംബങ്ങളായി അനുഗ്രഹിക്കപ്പെടുമ്പോൾ, നമ്മുടെ മക്കളെ ദൈവം അനുഗ്രഹിച്ചതിൻ്റെ പിന്നിലൊക്കെ ഉള്ള ദൈവകൃപയെ ഒന്ന് എല്ലാ ഹൃദയങ്ങളും സ്മരിക്കണം. നന്ദി അർപ്പിച്ചേ സാധിക്കൂ. ഒരല്പം പണം മാറ്റിവെച്ച് ദൈവത്തിന് നന്ദി അർപ്പിച്ചിട്ട് പോരാമെന്ന് മാത്രമല്ല, നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സമ്പൂർണമായി ദൈവ കൃപയിലും അവൻ്റെ കരങ്ങളിലും സമർപ്പിച്ചുകൊണ്ട് വേണം ഈ ദിനം ആചരിക്കപ്പെടുവാനായിട്ട്. ഇവിടെ കർത്താവ് ആവശ്യപ്പെടുന്നത് ഒത്തിരി വലിയ ദാനങ്ങളുമായി ദൈവമുമ്പാകെ വരണമെന്നൊന്നുമല്ല. ഒരു മനുഷ്യൻ്റെ തലയിലോ തോളിലോ ചുമക്കാവുന്നൊരു കുട്ട, അതിനകത്ത് നിനക്ക് താങ്ങാവുന്നത് ദൈവസന്നിധിയിൽ അർപ്പിപ്പാനായിട്ട് ഒരു ക്ഷണം നൽകുന്നതായിട്ടുള്ള ദൈവത്തെ കാണാൻ സാധിക്കും. അവിടെ ഒരു മർമ്മം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതൊന്നും ലഭിച്ചിട്ടല്ല ദൈവം ജീവിക്കുന്നത്, നമ്മുടെ ആരുടെയും സ്തോത്ര കാഴ്ച കൊണ്ടുമല്ല ദൈവമായി വാഴുന്നത്. ദൈവമാണ് നമ്മെ നടത്തുന്നത്, എൻ്റെ ആഹാരത്തിന് വക തന്നത്, എൻ്റെ ജീവിതത്തിൽ ജീവശ്വാസം ഊതിയത്, ഭൂമിയിൽ ഉൽപ്പന്നങ്ങൾ നിരത്തിയത് എന്ന് ഓർക്കുവാനും, നമ്മൾ 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ടിൽ പാടിയ എല്ലാ മേഖലകളും ദൈവം അനുഗ്രഹിച്ച മേഖലകളാണ്. അതിനായിട്ടൊരു സ്തോത്രം അർപ്പിപ്പാനുമാണ്. വിത്ത് വിതയ്ക്കാനായിട്ട് ഇസ്രായേൽ മക്കൾക്ക് അവസരം ലഭിച്ചത് കനാൻ ദേശത്ത് ചെന്നപ്പോഴാണ്. അതുവരെ ആരും വിത്ത് വിതച്ചില്ല, മരുഭൂമിയാണ്. നടന്ന് നീങ്ങുമ്പോൾ രാത്രിയിലെ കൊടുന്തണുപ്പിൽ രക്ഷപ്പെടാൻ അഗ്നിസ്തംഭത്തെയും വെളിച്ചവും അവർക്ക് ലഭിച്ചു. പകൽ വലിയ ചൂടുള്ള മണലാരണ്യത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ കാൽ പൊള്ളാതെ അവരെ സൂക്ഷിച്ച മേഘത്തിൻ്റെ തണലിൽ കരുതിയൊരു ദൈവം. ദീർഘവർഷങ്ങൾ നടന്നിട്ട് കനാനിലെത്തുമ്പോൾ 1 വർഷത്തോളം വീണ്ടും മന്ന കൊടുത്തു. അവിടെ കൃഷി ചെയ്ത് ആദ്യ വിളവെടുക്കുന്ന ആ നാളിൽ മന്ന നിന്നുപോയി. ദൈവത്തിൻ്റെ വിശ്വസ്തത ഓർക്കുക. നമ്മളെ കൊണ്ട് അധ്വാനിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സാഹചര്യങ്ങളില്ലെങ്കിൽ അല്ലേ, ഞെരുക്കത്തിൻ്റെ കാലഘട്ടം വന്നപ്പോൾ ജോലി ചെയ്യാനും അധ്വാനിപ്പാനും സാഹചര്യമില്ലാതെ വന്നപ്പോൾ നമ്മളൊത്തിരി ബുദ്ധിമുട്ടിയതാണ്. കൊറോണ സമയത്തൊക്കെ കർത്താവ് നടത്തിയല്ലോ, അത്ഭുതകരമായി ഇന്നുവരെ എത്തിച്ചല്ലോ. നാളെ എന്തായിത്തീരുന്ന ആശങ്കപ്പെട്ട നിമിഷങ്ങളിൽ, ജോലി നഷ്ടപ്പെട്ടപ്പോൾ, സാമ്പത്തികം കുറഞ്ഞു പോയപ്പോൾ, ആരോഗ്യം കുറഞ്ഞു പോയപ്പോൾ കർത്താവിൻ്റെ കരുണ, വിശ്വസ്തത എനിക്ക് നൽകി ദൈവം എന്നെ സൂക്ഷിച്ചല്ലോ, നന്ദി അർപ്പിക്കണം. നമ്മൾ വിത്ത് വിതയ്ക്കുമ്പോൾ നമുക്കറിയാം എന്തോ അവിടെ സംഭവിക്കാൻ പോകും. പക്ഷെ നമ്മളാരും വിത്ത് മണ്ണിൽ കുഴിച്ചിട്ടതിന് ശേഷം വീണ്ടും അത് തുറന്നു നോക്കില്ല, മാന്തി നോക്കില്ല. കാരണം അതിന് ഒരു സമയമുണ്ട്, അതിലൊരു മിസ്റ്ററിയാണ്, നമുക്കൊന്നും അറിയില്ല അവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. പക്ഷേ വെയിറ്റ് ചെയ്യണം. 2-3 ദിവസം കഴിഞ്ഞ് വിത്ത് മുളയ്ക്കുന്നു, പുതിയ നാമ്പായി വരുന്നു, കുറച്ച് കഴിഞ്ഞ് സസ്യം വളരുന്നു. പിന്നീട് നമ്മൾ സസ്യത്തെ മാറ്റാൻ നോക്കുമ്പോൾ വിത്ത് കാണത്തില്ല, വിത്തിനെ അവിടെ കാണത്തില്ല. ദൈവം ഒരു മിസ്റ്ററിയിലൂടെ, ദൈവത്തിൻ്റെ വലിയ കൃപയിലൂടെ ഒരു രൂപാന്തരത്തിൻ്റെ ശക്തി തന്ന് വിത്തിനെ മുളപ്പിക്കുന്നു. അവൻ ഭക്ഷിപ്പാൻ അതത് കാലത്തേക്കുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ ഒരുക്കുന്നു. ഈ മിസ്റ്ററി പോലെ
നമ്മുടെ ജീവിതവും ദൈവം അനുഗ്രഹിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവസന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന, കർത്താവ് പറഞ്ഞു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം. സാക്രിഫിഷ്യൽ ലൈഫ്. ദൈവത്തോട് ചേർന്ന്, ദൈവമേ എന്നെയും എൻ്റെ ജീവിതത്തിൻ്റെ കുടുംബത്തെയും ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയാൻ ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ, എനിക്കുണ്ടെങ്കിൽ, ദൈവം അത് അത്ഭുതങ്ങളുടെ വാതിൽ നമുക്കായി തുറന്നു തരും, യാതൊരു സംശയം. എ സ്മോൾ ബാസ്ക്കറ്റ് ഫുൾ ഓഫ് ഫ്രൂട്ട്സ്, ഫസ്റ്റ് ഫ്രൂട്ട്സ്, കായ്കനികളോ അല്ലെങ്കിൽ ഫലവർഗ്ഗങ്ങളോ ആയിക്കൊള്ളട്ടെ, ഇറ്റ്സ് എ സൈൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് ഫ്രം മഡ് ടു ഓൾട്ടർ എന്ന് പറഞ്ഞ്, വെറും ചെളിയിലാണത് വളരുന്നത്, മണ്ണിലാണ് നട്ടുവയ്ക്കുന്നത്. അഴുക്കിൽ നിന്ന് അൾത്താരയിലേക്ക് ഉള്ള രൂപാന്തരം, അതിൻ്റെ സമർപ്പണത്തിൻ്റെ സൂചന. പാപവും മാലിന്യം നിറഞ്ഞ മനുഷ്യ സമൂഹത്തിന് വിണ്മയമായ രൂപം നൽകി അനുഗ്രഹിച്ച് ദൈവത്തോടുള്ള സാദൃശ്യത്തിലേക്ക് നമ്മളെ മടക്കിക്കൊണ്ടുവന്ന യേശു ക്രിസ്തുവിൻ്റെ ത്യാഗപൂർവമായ വരവിനെയും കൂടെ നമ്മൾ ഓർക്കുന്ന സമയമാണ്. ദിസ് ഈസ് ആൻ അഡ്വെന്റ് സീസൺ. ആഗമന കാലഘട്ടത്തിലാണ് നാം. ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി തന്നു. അപ്പം അതുകൊണ്ട് ഇറ്റ് ഈസ് എ ടൈം ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം അൺക്ലെൻലിനെസ് ടു ക്ലെൻലിനെസ്. അവിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരാനുള്ള ഒരു സമയം കൂടിയാണ്. അഴുക്കിൽ നിന്ന് കായ്കനികളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് ദൈവമുമ്പാകെ അത് സമർപ്പിക്കുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ഇതാണൊരു നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന പരിവർത്തനത്തിൻ്റെ മർമ്മം. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരമാധികാരത്തെയും അവൻ നമ്മുടെ ജീവിതത്തിലൂടെ ചെയ്തെടുക്കാനുള്ളതിനെയും നന്ദിയോടെ ഓർക്കാനും വിശ്വാസത്തിൽ ഏറ്റെടുക്കാനും നാളെക്കുറിച്ച് വിചാരപ്പെടരുത് എന്ന് പറഞ്ഞ കർത്താവിനോട് ചേർന്ന് വിശ്വാസ ജീവിതം നയിക്കുവാൻ നമ്മളെ സഹായിക്കുന്നൊരു പെരുന്നാളായിട്ട് ഈ ഫെസ്റ്റിവൽ തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആൻഡ് യു ഹാവ് ടു റിമെമ്പർ, നമ്മുടെ ഓരോരുത്തരുടെ പാരൻസിനെ ഓർക്കുക. 2, 3, 4 തലമുറ വരെ നമുക്കെല്ലാം നമ്മുടെ പാരൻസിൻ്റെ പേരറിയാമായിരിക്കും. ചില കുടുംബങ്ങളൊക്കെ ഒരുപക്ഷെ അതിനു മുമ്പ് ഉള്ള പാരൻസിൻ്റെ പേരൊക്കെ ഓർത്തിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഒരു ഫാമിലി ട്രീയിൽ കുറച്ചും കൂടെ മുമ്പുള്ള പിതാക്കന്മാരുടെയൊക്കെ പേരുകളൊക്കെ അറിയാം. ഞാനൊരു കൺഫർമേഷൻ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ പിള്ളേരോട് ചോദിച്ചു, ഒരു 4 തലമുറയ്ക്ക് അപ്പുറത്ത് വരെ നമ്മുടെ അപ്പച്ചന്മാരുടെ അമ്മച്ചമാരുടെ പേരറിയാവുന്നവരുണ്ടോ? നമ്മളെവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു? ഹാഗാറിനോട് ചോദിച്ച ചോദ്യം, ഹാഗാറെ നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകും? ദൈവം അത്ഭുതമായി നമ്മെ നടത്തുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ റിഡംപ്റ്റീവ് ആക്ട്, രക്ഷിക്കുന്ന, വിടുവിക്കുന്ന, രൂപാന്തരപ്പെടുന്ന, സൗഖ്യം നൽകുന്ന, അവങ്കിലേക്ക് നമ്മെ ഉയർത്തുന്ന, വളർത്തുന്ന, അവൻ്റെ തേജസ്സിനോട് തേജസ് പ്രാപിക്കത്തക്കോണം നമ്മളെ ആത്മീയമായി ഉന്നതിയിലേക്ക്, ഉന്നത ശ്രേണിയിലേക്ക് പിടിച്ചുയർത്തുന്ന കർത്താവിൻ്റെ കരങ്ങളെ മുറുകെ പിടിപ്പാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എ ഫെസ്റ്റിവൽ ഓഫ് റിമെമ്പറൻസ്. 2, എ ഫെസ്റ്റിവൽ ഓഫ് റീപ്ലനിഷ്മെൻറ്റ്. 2 കൊരിന്ത്യർ 9-ാം അധ്യായം 6 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളുടെ നന്ദിയുടെയും നമ്മുടെ വിതയുടെ അളവിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഒരു കർഷകന് ഒത്തിരി വിത്തുണ്ടെന്ന് വിചാരിക്കുക, ഒരു അല്പം മാത്രം എടുത്ത് വിതച്ചാൽ അതിൻ്റെ ഫലം മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. ഇത് സാമ്പത്തിക കാര്യം മാത്രമല്ല, നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, നമ്മുടെ ജീവിത സാധ്യതകൾ, നമ്മുടെ ഇൻഫ്ലുവൻസസ് എത്ര കൊടുത്തിട്ടുണ്ട് കർത്താവിന്? താലന്തുകൾ എത്ര അധികമായി കൊടുത്തിട്ടുണ്ട്? അതുകൊണ്ട് ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി. നമ്മുടെയാണ് തീരുമാനം എപ്രകാരം നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളത് ദൈവം നമുക്ക് എല്ലാം മുമ്പിൽ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എ ക്ലോസ്ഡ് ഹാർട്ട് കനോട്ട് മെയിൻറ്റെയിൻ ആൻ ഓപ്പൺ ഹാൻഡ് എന്ന് പറഞ്ഞു. ഹൃദയം അടഞ്ഞിരുന്നാൽ കരങ്ങൾ തുറക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഹൃദയത്തിലാണ് നമ്മളുടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ നിറച്ച് വെച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു വർധനവ് നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. നമ്മൾ വർദ്ധിച്ചു വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ സമൂഹങ്ങൾ വർദ്ധിച്ചു വരുന്ന ഓർത്ത് സ്തോത്രം ചെയ്യും. നമ്മുടെ ഇരിപ്പിടങ്ങളൊന്നും ഒഴിഞ്ഞിരിക്കരുത്.
നമ്മുടെ ഗായക സംഘവും, നമ്മളുടെ യൂത്ത് ഫെലോഷിപ്പ്, വിമൻസ് ഫെലോഷിപ്പ്, നമ്മുടെ ഓർഗനൈസേഷൻ എല്ലാം അനുദിനം അനുഗ്രഹിക്കപ്പെട്ടതായി ദൈവ കൂട്ടായ്മയിലെ അനേകരെ സ്വീകരിക്കുന്ന ഇടമായി, വെൽക്കമിങ് പ്ലേസായി നമ്മുടെ സഭകൾ മാറണം. 5 താലന്ത് ലഭിച്ചവൻ എത്രയാക്കണമെന്ന് കർത്താവ് പറഞ്ഞു? 10. 2 ലഭിച്ചവൻ 4. 1 ലഭിച്ചവരുണ്ടാകാം. പക്ഷേ യു ഷുഡ് ഹാവ് എ പോസിറ്റീവ് ആൻഡ് വെരി ഒപ്റ്റിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ മാസ്റ്റർ ഹു ഹാസ് ഗിവൻ യു ഓൾ ദ ടാലൻസ്. എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകിയ ദൈവം നമുക്ക് തന്നിട്ടുള്ളതിനെ സന്തോഷിപ്പാനും അതിൽ വർധനമുണ്ടാക്കാനും. ആൻഡ് ഗോഡ് മൾട്ടിപ്ലൈസ്. വിതയ്ക്കുക മാത്രമല്ല, അത് പൊലിപ്പിച്ചു തരുന്ന ദൈവമാണ്. ഈസ് എ ഗോഡ് ഓഫ് അബൻഡൻസ്. ഞാൻ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായിട്ട് ഉണ്ടാകാനും അത്രയും. അപ്പോൾ ഇറ്റ്സ് എ ഡെലിബറേറ്റ് ഡിസിഷൻ ഓഫ് അവർ ഹാർട്ട്. നമ്മളുടെ ഹൃദയത്തിലാണ് നമ്മൾ ചിന്തിക്കുക ദൈവത്തോട്. ദൈവത്തിനെ നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് ദൈവം തൻ്റെ വേലയ്ക്കായിട്ടുള്ളതെല്ലാം വിഭവങ്ങൾ ഇവിടെ തന്നെ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ എല്ലാ വർഷവും നമ്മൾ തരണമെന്ന് പറയേണ്ട ആവശ്യമേ ഇല്ല. ഏതെങ്കിലുമൊക്കെ പള്ളിയിൽ ഇങ്ങനെ പറയുന്നതുകൊണ്ടാണല്ലോ പലർക്കും വിഷമം. അച്ഛൻ എപ്പോഴും പണമാണ്. അച്ഛനാണോ പണം ചോദിക്കുന്നത്? കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എൻ്റെയും എൻ്റെ ജീവിതത്തെയും എൻ്റെ വിഭവങ്ങളെയും കൊടുക്കാനുള്ള ഉത്തരവാദിത്വം, പ്രാഗൽഭ്യവും എനിക്കുണ്ടായിരിക്കും. വർഷിപ്പ് ഈസ് വർത്ത് ഷിപ്പ് എന്ന് പറഞ്ഞു. അർഹമായത് ദൈവത്തിന് നൽകണം. മനുഷ്യപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, അവൻ്റെ നാമത്തിന് തക്കതായ മഹത്വം കൊടുക്കുക. നമ്മളെ ദൈവത്തെ എത്ര ഉന്നതരായി കാണുന്നു, അതിൻ്റെ അംശമാണ് നമ്മളുടെ താങ്ക്സ് ഗിവിങ്, നമ്മുടെ സ്തോത്രം. 1 തിമോഥെയോസ് 6-ാം അധ്യായം 16-21 വാക്യങ്ങളിൽ അതാണ്. ഇൻ എവ്രി വേ ടു ബി ജനറസ് ഇൻ എവ്രിതിങ്. എല്ലാ കാര്യങ്ങളിലും ഔദാര്യ മനസ്സ്. ദൈവമക്കളെ, എന്തിനു വേണ്ടിയെന്നറിയോ? ബൈ ബീയിങ് ജനറസ് ആൻഡ് റിച്ച് ഇൻ ഗുഡ് വർക്ക്സ്. പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ നല്ല വാക്കുകൾ, നമ്മുടെ നല്ല പുഞ്ചിരി, നമ്മുടെ നല്ല കൂട്ടായ്മ ബന്ധം, നമ്മളുടെ എല്ലാ തരത്തിലുള്ള വിഭവങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ പരിശീലിക്കണം. ഒരു ബാലകൻ പള്ളിയിലൊക്കെ വന്നു, എപ്പോഴും വരുമ്പോൾ അവന് അച്ഛൻ പ്രസംഗിക്കുന്ന കേൾക്കും, നമ്മൾ ദശാംശ വഴിപാടൊക്കെ അർപ്പിക്കണമെന്നൊക്കെ. അപ്പോൾ ഇവന് മീൻ പിടിക്കാൻ ഇഷ്ടമുള്ള ഒരു ബാലകനാണ്. അപ്പോൾ അവന് അച്ഛനോട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാം. പ്രാർത്ഥിച്ചൊക്കെ വിട്ടു. കുറേ നേരം കഴിഞ്ഞിട്ടും ഈ ബാലകൻ വരുന്നില്ല. അപ്പോൾ അച്ഛൻ വിചാരിച്ചു ഇവൻ ഒത്തിരി മീനൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മോന് ഓടി വന്നിട്ട് നല്ല മീനിനെ കിട്ടിയിട്ടുണ്ട്. ഇത് അച്ഛന് കൊണ്ട് കൊടുത്തു, പള്ളിയിൽ പ്രാർത്ഥിച്ച് അത് ഇതായിട്ട് നൽകുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ വിചാരിച്ചു ഒത്തിരി മീനൊക്കെ പിടിച്ചിട്ട് വന്നപ്പോൾ ബാക്കി എത്ര മീൻ, അപ്പോൾ 1 മീൻ ആണ് കൊണ്ടിരുന്നെങ്കിൽ എത്ര മീൻ പിടിച്ച് കാണണം? 10% ആണെങ്കിൽ ഓക്കെ. ബാക്കി 9 മീൻ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് പുഴയിൽ തന്നെയുണ്ട്, ഞാൻ പിടിച്ചിട്ടില്ല. ഒന്നും പിടിച്ചു വെച്ചിട്ട് കൊണ്ടെന്നല്ല ഈ ബാലകൻ. അവനൊരു വിശ്വാസമുണ്ട്, ദൈവം എനിക്ക് കുറേ നേരം കാത്തിരുന്നപ്പോൾ ഒരു നന്മ ആ ദൈവത്തിനുള്ളതാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ്. നമ്മളെല്ലാം കിട്ടിയിട്ട് ധാരാളത്തിൽ നിന്ന് ഒരു അംശമല്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. കർത്താവേ, ഇതെല്ലാം നിൻ്റെ കൃപ എന്ന് ചിന്തിച്ച് ഒരു വാക്ക് നന്ദി അർപ്പിക്കാനായിട്ട് ഇന്ന് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. നമ്മുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ച് നമ്മൾ എന്ത് മാറ്റിവെക്കുന്നു എന്നതനുസരിച്ച് നമ്മളെ കരുതുവാനായിട്ട്, പ്രൊവിഷൻ നൽകുവാനായിട്ട് ശക്തനായിട്ടുള്ള നല്ല ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തെ ആരാധിപ്പാൻ നമ്മൾ ഒരുമിച്ച് കടന്നു വന്നിട്ടുള്ളത്. 3-ാമത് ഇസ് എ ഫെസ്റ്റിവൽ ഓഫ് റിസോഴ്സ്ഫുൾനെസ് എന്നാണ്. വിഭവങ്ങൾ വർദ്ധിപ്പിച്ച് തരിക മാത്രമല്ല, നമ്മിൽ അത് നിറച്ചു തരുവാനായിട്ട് ദൈവം നമ്മൾ കൊടുക്കുമ്പോഴാണ് വർദ്ധിക്കും. ഒരു കിണറിൻ്റെ അനുഭവം നോക്കുക. അതിൽ നിന്ന് ആരെയും നമ്മൾ വെള്ളം എടുക്കാൻ അനുവദിക്കുന്നില്ല എങ്കിൽ നമ്മൾ തന്നെ അത് വെള്ളം എടുക്കുന്നില്ല, അയ്യോ വെള്ളം തീർന്നു പോകും എന്ന് വിചാരിച്ച് കിണറ്റിൽ തന്നെ വെള്ളം കിടന്നാൽ
അത് കുറച്ച് കഴിയുമ്പോൾ അത് മലിനമായി ആർക്കും ഉപയോഗിക്കാൻ പോലും കഴിയത്തില്ല. പക്ഷേ ആരെങ്കിലും വന്ന് 2 ബക്കറ്റ് വെള്ളം കോരിയാൽ അത് കുറച്ച് കുറഞ്ഞു പോകും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് നികന്നു വരും. റിപ്ലനിഷിങ്. അതിൻ്റെ അർത്ഥം മറ്റൊരാൾക്ക് നന്മ ചെയ്തു, ആ വിഭവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവർക്ക് ലഭിച്ചതോടൊപ്പം തന്നെ ഒരു വർധനവും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ഗോഡ് ഗ്രാൻസ് ഹിസ് ഗിഫ്റ്റ്സ് ടു എവ്രി വൺ. ഈ ദരിദ്രയായൊരു വിധവയുടെ അർപ്പണം പോലും ബൈബിളിൽ അത്ര നല്ലവണ്ണം എഴുതി വയ്ക്കണമെങ്കിൽ, യേശു വളരെ കാര്യമായിട്ടത് ശ്രദ്ധിക്കണമെങ്കിൽ, our generosity is measured by the sacrificial attitude behind it, the gift, not the amount of the gift. നമ്മുടെ ജീവിതത്തിൽ ഇല്ലായ്മയുള്ള സമയങ്ങളുണ്ടായിരിക്കാം, ഉണ്മയുള്ള സമയങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ലിമിറ്റഡ് റിസോഴ്സ് ഉള്ളപ്പോഴും സാക്രിഫിഷ്യൽ ഹാർട്ട് ഉണ്ടായിരിക്കും. ശൂന്യമായ ഹൃദയമാണ്, പക്ഷേ ശൂന്യമായ കരങ്ങളാണ്, പക്ഷെ വിശാലമായ ഹൃദയമാണ് ആ വിധവയ്ക്കുണ്ടായത്. ആ ഒരു ഹൃദയത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടോ? മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ അമേരിക്കയിലെ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ്സിന് നേതൃത്വം കൊടുക്കും. ഒത്തിരി കാലം പ്രവർത്തിച്ച് അദ്ദേഹത്തിന് 1964 നോബൽ പ്രൈസ് ഫോർ പീസ്, സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് ലഭിക്കുന്നു. ഇറ്റ് വാസ് എ മോണിറ്ററി റിവാർഡ്. പണമായിട്ടാണ് നൽകിയത്. അന്നത്തെ കാലത്ത് $54,000 ഉണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് എൻ്റെ ഒറ്റയ്ക്കുള്ള പ്രയത്നഫലമൊന്നുമല്ല. ഒത്തിരി പേര് സിവിൽ റൈറ്റ്സിന് വേണ്ടി എൻ്റെ കൂടെ നിന്നു, ഒത്തിരി ഓർഗനൈസേഷൻസ് എൻ്റെ കൂടെ പ്രവർത്തിച്ചു. അവർക്കെല്ലാവർക്കും വേണ്ടി ലോകവ്യാപകമായി അദ്ദേഹത്തിൻ്റെ പീസ് പ്രൈസിൽ നിന്ന് ലഭിച്ച തുകകൾ ഗാന്ധി ഫൗണ്ടേഷൻ വരെ കൊടുത്തു. അങ്ങനെ ലോകത്തിൽ ആരൊക്കെ സമാധാനത്തിനായിട്ടുള്ള ശ്രമം നടത്തുന്നോ അവർക്കെല്ലാം വേണ്ടി വിഭവങ്ങളെ വിഭജിച്ചു കൊടുക്കുവാനായിട്ട് അദ്ദേഹം തയ്യാറായി. ആൻഡ് ഹി എൻകറേജ് കമ്മ്യൂണിറ്റി വോളണ്ടിയറിങ്. എല്ലാവരും ഒരു നേട്ടവും ഇല്ലാതെ വോളണ്ടിയറിങ് ചെയ്യണം. നമ്മുടെ ഭാരതത്തിൽ ഇപ്പോൾ അത് മികച്ചു വരുന്നുണ്ട്, നമ്മുടെ യുവതലമുറയിൽ. പക്ഷെ നമ്മൾ പലപ്പോഴും വോളണ്ടിയർ ചെയ്യാനായിട്ട് മടിയുള്ള. നമുക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ടെങ്കിൽ, എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ മാത്രം സമൂഹത്തിലോ സഭയിലോ പ്രവർത്തിക്കുന്നവരായി നമ്മൾ തീരരുത്. സാക്രിഫിഷ്യൽ ഡൊണേഷൻ എന്നാണ് അദ്ദേഹം ആ കാര്യത്തെപ്പറ്റി പറഞ്ഞത്. നമുക്ക് കൊടുക്കുമ്പോഴൊരു വേദനയുണ്ട്. അത് നമുക്ക് പ്രിയപ്പെട്ടതെന്ന് നമ്മൾ കരുതി വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ചില ഉപകാരങ്ങളുള്ള, നമുക്ക് ലാഭം ലഭിക്കുന്ന ഒരു കാര്യത്തെ വേണ്ട എന്ന് വയ്ക്കാൻ നമ്മൾ തുനിയുമ്പോൾ ഉണ്ടാകുന്നൊരു നഷ്ടമുണ്ട്. ദാറ്റ് ഈസ് സാക്രിഫിഷ്യൽ ഡൊണേഷൻ. സമൃദ്ധി, അവരെല്ലാവരും സമൃദ്ധിയിൽ നല്ലോ ഇട്ടത് എന്ന് പറയാൻ അവർക്ക് വേദനയില്ല. അത് വലിയ കാര്യമായിട്ട് അവരുടെ സാമ്പത്തികത്തെ ബാധിക്കുന്നില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമുള്ളത് കർത്താവിനായി, അല്ലെ ദൈവരാജ്യത്തിനായി, ആവശ്യക്കാർക്കായി അല്പം ഒരു മാറ്റിവെക്കാനുള്ള മനോഭാവം, അതാണ് സാക്രിഫിഷ്യൽ ഡൊണേഷൻ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് യേശു കർത്താവ് ധനികരായിട്ടുള്ള സമൃദ്ധിയിൽ നിന്ന് കൊടുത്തവരെയും ഇല്ലായ്മയിൽ നിന്ന് കൊടുത്ത ആ പാവപ്പെട്ട ദരിദ്രരെയും കമ്പയർ ചെയ്ത് അതുകൊണ്ടാണ്. ചിലരെങ്കിലും വിചാരിക്കും, എന്തിനാണ് നമ്മൾ കൊടുക്കുന്ന മറ്റുള്ളവർ അറിയുന്നത്? യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയുക. അതെപ്പോഴും പറഞ്ഞതാ. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ പർവ്വത പ്രസംഗങ്ങളാണ്. അവിടെ കർത്താവ് പഠിപ്പിച്ച 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചു, ഒന്ന് ഉപവാസത്തെപ്പറ്റി പഠിപ്പിച്ചു, ഒന്ന് ദാനധർമ്മത്തെപ്പറ്റി പഠിപ്പിച്ചു. ദാനധർമ്മത്തെപ്പറ്റി പഠിപ്പിക്കുമ്പോൾ, ആംസ് ഗിവിങ്ങിനെ പറ്റി പഠിപ്പിക്കുമ്പോഴാണ് യേശു ഈ കാര്യം പറഞ്ഞത്. നീ പാവപ്പെട്ടൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എല്ലാവരെയും കൊട്ടിഘോഷിച്ച് പറയേണ്ട ആവശ്യമില്ല. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ആ കോണ്ടെക്സ്റ്റ് വേറെയാണ്. പക്ഷെ സഭാ മുമ്പാകെ ദൈവത്തിന് സ്തോത്രാരാധന അർപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ നേർച്ചകളെ സകല ജനവും കാണുകെ കഴിക്കും. ഇറ്റ്സ് എ വിറ്റ്നസ്, സാക്ഷ്യമാണ്. എൻ്റെ മക്കളും എൻ്റെ തലമുറകളും എൻ്റെ കൂടെയുള്ള സഹവിശ്വാസികളത് കാണണം. യാതൊരു തെറ്റുമില്ല. അതുകൊണ്ടാണല്ലോ കർത്താവ് കണ്ടത്.
അപ്പം നമ്മളുടെ ഗിവിങ് യേശു കർത്താവിന് കൊടുക്കുമ്പോൾ നമ്മളെ തന്നെയും നമ്മുടെ വിഭവങ്ങളെയും അനേകരുടെ സാക്ഷ്യത്തിനായി നിർവഹിക്കണമെന്നത്രേ കർത്താവ് നമ്മളെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ റിസോഴ്സ്ഫുൾനെസ് എന്ന് പറയുന്നത് ഒത്തിരിയുള്ള സമയത്തല്ല, ഇത്തിരിയുള്ള സമയത്ത്, കുറച്ചുള്ള സമയത്തും ഹൃദയം നിറഞ്ഞ ആ ഒരു നന്മയുടെ ഓർമ്മകളെ പുതുക്കിക്കൊണ്ടായിരിക്കട്ടെ ഈ വർഷത്തെ നമ്മുടെ സമർപ്പണവും നമ്മുടെ ദൈവാരാധനയും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ പള്ളിയിലൊക്കെ പോകാൻ അല്പം മടിയാണ്. അപ്പം കൊച്ചു പയ്യനാണ്, അപ്പനും കുറച്ച് മടിയാണ് പള്ളിയിൽ പോകാൻ. അപ്പോൾ മകനെ പള്ളിയിലോട്ട് വിടാനായിട്ടുള്ള താല്പര്യത്തിൽ പറഞ്ഞു, നീ 10 രൂപ സ്തോത്ര കാഴ്ച ഇട്ടോ, ഒരു 10 രൂപ കൂടെ നിനക്ക് തരാം, ഒരു എൻകറേജ്മെൻറ്റ്. എന്തിനാണ്? പള്ളിയിൽ പോയി മുഴുവൻ അറ്റൻഡ് ചെയ്ത് വന്നാൽ നിനക്ക് 10 രൂപയ്ക്ക് ഒരു ഐസ്ക്രീമും കൂടെ വാങ്ങിച്ച് കഴിച്ചോളുക. ഇതായിരുന്നു ഓഫർ. അവൻ സന്തോഷത്തോടെ ഈ 10 രൂപയും മറ്റേ 10 രൂപയൊക്കെ പോക്കറ്റിലിട്ട് പോകും. ഇടയ്ക്കിടയ്ക്ക് അവൻ ഐസ്ക്രീമിനെ കുറിച്ച് ഓർക്കും, ആരാധനയെക്കുറിച്ചല്ല, ഐസ്ക്രീമിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആ 10 രൂപ ഉണ്ടോ എന്ന് ഉറപ്പാക്കാനായിട്ട് അവൻ പോക്കറ്റിൽ കൈയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരും. ഉണ്ട്. പിന്നെയും നടക്കും, പിന്നെയും പോക്കറ്റിൽ കൈയിട്ട് വീണ്ടും 10 രൂപ എടുത്ത് നോക്കും. ഓ സന്തോഷം, എനിക്ക് എന്തായാലും നിശ്ചയമായിട്ടും ഈ ഐസ്ക്രീം ഇന്ന് കഴിക്കാമല്ലോ, അതാണ് ചിന്ത. അങ്ങനെ 2-3 പ്രാവശ്യം എടുത്തപ്പോൾ പെട്ടെന്നൊരു കാറ്റും അവൻ്റെ കയ്യിൽ നിന്ന് അതങ്ങ് പറന്നുപോയി. അവൻ പുറകെ ഓടി, അവന് പിടിക്കാൻ സാധിക്കുന്നില്ല. അത് വീണ്ടും വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ അത് പറന്നങ്ങ് മുകളിലോട്ട് പോയി. അവൻ മുകളിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, കർത്താവേ, നിനക്ക് വേണ്ടി വെച്ചിരുന്ന 10 രൂപ ഇതാ മുകളിലോട്ട് പോകുന്നു. അപ്പം നമ്മൾ നമ്മളുടെ പ്രയോറിറ്റി, മുൻഗണന കർത്താവിന് നൽകണം. നമ്മളുടെ സമർപ്പണം അതായിരിക്കട്ടെ. വചനം കേട്ട് നിർമ്മലരായി സത്യസന്ധതയോടെ ദൈവാശ്രയത്തോടെ ദൈവം നമുക്ക് മാർക്കിടുന്ന ഒരു സാക്രിഫിഷ്യൽ ഡൊണേഷനായി നമ്മുടെ ജീവിതങ്ങൾ തീരട്ടെ. നമ്മുടെ എല്ലാ കഴിവുകളും വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു തരുന്ന ദൈവമുണ്ടെന്ന് ഓർക്കുക. പല ആളുകളുടെയും സാക്ഷ്യം ഞാൻ ഈ അടുത്തിടയ്ക്കൊക്കെ കേട്ടു. വലിയ വലിയ ആളുകളാണ് അവർ സമൂഹത്തിൽ. പക്ഷെ അവരൊക്കെ വന്ന് പറഞ്ഞ കാര്യം എന്തറിയോ? ദേവാലയത്തിൽ ലഭിച്ച ട്രെയിനിങ്, ചെറുപ്പത്തിൽ ലഭിച്ച ഡിസിപ്ലിൻ, കൊയറിൽ നിന്ന് ലഭിച്ചായിട്ടുള്ള ഗാനപരിശീലനം, മ്യൂസിക്. ഞാൻ ഷൊർണൂർ പള്ളിയിരിക്കുമ്പോൾ ഒരു ചെറിയ ബാലകനെ ഓർഗൻ പഠിക്കാൻ വളരെ ഇൻട്രസ്റ്റാണ്. അവന് പക്ഷേ അവൻ്റെ വീട്ടിൽ പണമില്ല, ട്യൂഷൻ കൊടുത്ത് പൈസ കൊടുത്ത് പഠിക്കാം. അപ്പോൾ കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞു, ഇവനെ നമുക്ക് സ്പോൺസർ ചെയ്യാം, അവൻ നല്ല താലന്തുണ്ട്, അവൻ പഠിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഒരു മാസ്റ്ററെ വെച്ച് പഠിപ്പിച്ചു, നന്നായിട്ട് പഠിച്ചു. ഞാൻ ആ പള്ളിയിൽ നിന്ന് മാറിപ്പോയി വർഷങ്ങളായി. ഈ അടുത്ത ഇടയ്ക്ക് അവൻ്റെ മാതാപിതാക്കളെ കാണുവാനായിട്ട് ഇടയായിച്ചു. അപ്പോൾ അവർ വളരെ സന്തോഷാശ്രു പൊഴിച്ചുകൊണ്ടാണ്, കരഞ്ഞുകൊണ്ടാണ് അവർ പറയുന്നത്, അച്ഛൻ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ മകനെ. അപ്പം ഞാൻ ഓർത്തെടുത്തു. ആ മോൻ ഇന്ന് ആരായിത്തീർന്നറിയാമോ? പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ. അവരുടെ ഡൽഹിയിലുള്ള ആ വലിയ മ്യൂസിക് ടീം ഒരുപക്ഷെ റിപ്പബ്ലിക് ഡേയ്ക്കോ മറ്റ് പ്രധാനപ്പെട്ട അവസരങ്ങളിലൊക്കെ മ്യൂസിക്കിന് വേണ്ടി വായിക്കുന്ന കൂട്ടത്തിൽ ഇൻസ്ട്രക്ടറായിട്ട് അവൻ തീർന്നു. വലിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ. പലരും അവിടെ പോയി കാണാനൊക്കെ ഉള്ള സാഹചര്യം ഇവനിലൂടെയാണിപ്പോൾ. സഭക്കാരൊക്കെ ഡൽഹി പോകുമ്പോഴൊക്കെ അത്ര നല്ലൊരു പൊസിഷനിൽ അവനായിത്തീരുവാനില്ലേ. ഒരു ചെറിയ സമർപ്പണം, ഒരു ചെറിയ പ്രോത്സാഹം നോക്കുക. ദൈവം റീപ്ലനിഷ് ചെയ്യുന്നത്. ദൈവം ആർക്കും കടക്കാരനല്ല. എവിടെയെങ്കിലും ഏതെങ്കിലും സമയത്ത് നിങ്ങൾ ചെയ്ത സുഹൃതങ്ങൾ, നന്മകൾ ഒരിക്കലും വിസ്മരിക്കുന്നതല്ല നമ്മുടെ കർത്താവ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് അത് കർത്താവിനെ പരീക്ഷിക്കാമെന്നാണ് പറഞ്ഞത്. സ്വർഗത്തിലെ കിളിവാതിലിനെ തുറന്ന് സ്ഥലം പോരാതെ വരുള്ളൂ. ദൈവാനുകളെ കൊണ്ട് നിറയ്ക്കാൻ വിശ്വസ്തൻ, വാക്ക് മാറാത്തവൻ, ഉണ്മയുള്ളവൻ. നമ്മളെപ്പോലെയല്ല കർത്താവ്. കർത്താവ് പറഞ്ഞാൽ അവൻ വാക്ക് പാലിക്കുന്നവനാണ്. നമ്മളൊക്കെ വാക്ക് മാറിപ്പോകാൻ ചില സാഹചര്യങ്ങൾ അനുകൂലം അല്ലെങ്കിൽ അങ്ങനെയല്ല, ഞാൻ ചിന്തിച്ചതെന്നോ പറഞ്ഞതെന്നോ പറയാൻ നമുക്ക് യാതൊരു മടിയുമില്ല. ദൈവം ഇസ്രായേൽ മക്കളെ നടത്തി, അവർക്ക് ദേശത്ത് നന്മ ചെയ്ത് അവരെ പുലർത്തി തലമുറകളോളം ഇന്നും വിശ്വസ്ത ആചരിക്കും. നമ്മളെയും നമ്മുടെ തലമുറകളെയും കാക്കുവാൻ ദൈവം കഴിവുള്ളവനാണ്. ഈ ആലയത്തിൽ വന്ന ആരെയും ദൈവം അനുഗ്രഹിക്കാതെ വിടുകയില്ല.
അതുകൊണ്ട് we should not go out of the church untouched by the Spirit of God, untouched by the word of God. ദൈവത്തിൻ്റെ ആത്മാവിനാലും വചനത്താലും തളിക്കപ്പെടാതെ, സന്ദർശിക്കപ്പെടാതെ, അല്ലെങ്കിൽ സ്പർശിക്കപ്പെടാതെ പുറത്തോട്ട് പോകരുത്. അതിനാൽ റിസപ്റ്റീവ് ഹാർട്ട്, അതാണ് നല്ല മണ്ണ്. അതിനകത്തേക്ക് വചനത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കപ്പെടണം, പ്രതീക്ഷയുടെ നാമ്പുകൾ ഉണരണം, വിശ്വാസത്തിൻ്റെ വൃക്ഷങ്ങളായി വളരുവാൻ നമുക്ക് സാധിക്കും. അവിടെ ഫലമുണ്ടാകും. ആത്മീയ ഫലം പുറപ്പെടുവിക്കുന്ന, സുഹൃതങ്ങൾ പുറപ്പെടുവിക്കുന്ന നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് പിതാവിനെ മഹത്വപ്പെടുന്ന സമൂഹമായി ഈ സെൻറ്റ് തോമസ് ഇടവക തീരണമെന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ഇന്നത്തെ ശുശ്രൂഷയുടെ വചനത്തിൻ്റെ കേൾവിയെ പൂർണ്ണമാക്കാം. ദൈവനായിട്ട് തന്നെ പരിശുദ്ധ നമ്മളെ സഹായിക്കുമാറാകട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവത്തിനു സ്തോത്രം ചെയ്തിടും, ഉപകാരങ്ങളോർത്തിടും, തൻ കൃപയിലെന്നും ചാരിടും, ജീവനുള്ള കാലമെല്ലാം തൻ കൃപയിലെന്നും ചാരിടും, ജീവനുള്ള കാലമെല്ലാം. നാഥൻ നടത്തിയ വഴികൾ ഞാനെന്നും ഓർത്തിടും, നാഥൻ നടത്തിയ വഴികൾ ഞാനെന്നും ഓർത്തിടും, ദൈവം ചെയ്ത നന്മകൾ എന്നും പാടിടും, ദൈവം ചെയ്ത നന്മകൾ എന്നും പാടിടും, ദൈവത്തിന് സ്തോത്രം ചെയ്തിടും, ഉപകാരങ്ങളോർത്തിടും, തൻ കൃപയിലെന്നും ചാരിടും, ജീവനുള്ള കാലമെല്ലാം തൻ കൃപയിലെന്നും ചാരിടും, ജീവനുള്ള കാലമെല്ലാം. ദൈവമായ കർത്താവെ, ഒരിക്കൽ കൂടെ വചനത്തിന് മുമ്പായിരിക്കാനും കർത്താവെ, അങ്ങ് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു സമർപ്പണം ഒരിക്കൽ കൂടെ പുനഃപ്രതിഷ്ഠ ഞങ്ങളുടെ ജീവിതത്തിൽ നിർവഹിപ്പാൻ സഹായിച്ചതിനായി സ്തോത്ര. ആലയത്തോട് ചേർന്ന് അതിൻ്റെ വാർഷിക സ്തോത്രാലയത്തിനോട് ചേർന്ന് ഞങ്ങളെ തന്നെ, ഞങ്ങൾക്കുള്ളതിനെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, വ്യക്തിജീവിതങ്ങളെ, സമയത്തെ, താലന്തുകളെ എല്ലാം സമർപ്പിക്കും. വീണ്ടും ഞങ്ങളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്ന കർത്താവെ, പുതുവർഷവും അനുഗ്രഹിക്കപ്പെട്ട ജീവിതം കാഴ്ചവെപ്പാൻ ഞങ്ങളെയും ഞങ്ങളുടെ സഭയെയും മഹായിടവയും എല്ലാം അനുഗ്രഹിച്ചാട്ടെ. കുറവുകളെ പരിഹരിക്കുന്ന നന്മകളാൽ നിറയ്ക്കണം. യേശുരക്ഷയുടെ നാമത്തിൽ പ്രാർത്ഥിക്കും. ദൈവം നീ കേൾക്കുമാറാകണമേ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും കാലാവസാനം